വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് സ്പെഷ്യലായിട്ട് കുക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. അതിന് മുമ്പ് തന്നെ ശരിക്കും നമ്മൾ പാടത്തുനിന്നല്ല, വീട്ടിൽ നിന്ന് തന്നെയാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഒരു കസിൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ ആ അവിടുത്തെ ഒരു സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇവിടെയൊക്കെ രാത്രിയൊക്കെ വന്നിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഞാൻ താമസിച്ചത് പാലക്കാടായിരുന്നു, പഠിച്ചതൊക്കെ പാലക്കാടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടേക്ക് നാട്ടിലേക്ക് വരും വെക്കേഷൻ ടൈമിൽ. അപ്പോൾ ഞങ്ങളിവിടെ അടിച്ച് പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു കസിൻ കൂടി ഇവിടെയുണ്ട്, നമുക്ക് അവനും കൂടി വിളിക്കാം. എന്താ ഇതാണ് നമ്മുടെ കസിൻ, പേര് അലിൽ നിന്നാണ്. അലിനെ പറഞ്ഞോ, നമ്മുടെ എഡ്വിനൊരു വര കുക്കാണ്. സംഭവം കളിയൊക്കെ ഉണ്ടാകും, എന്നാലും നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങളൊക്കെ ചെറുപ്പത്തിലെ വന്ന് ഇതിൽ കൂടെയൊക്കെ രാത്രി എന്താണ് നടക്കലും, പിന്നെ ഞങ്ങൾ കുറേ എന്താ പറയുക ചൂണ്ടിടാൻ വരലും, പിന്നെ എന്താ ചെയ്യുന്ന പരിപാടി കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. എക്സാക്ട്ലി കളിക്കാൻ പോക്കും, വഞ്ചി തുഴയിലും, അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു ഇവിടെ. സംഭവം അടിപൊളിയാണ് ശരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറേ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ ശരിക്കും കാണില്ല. നമ്മൾ കുറേ സ്ഥലങ്ങൾ നമ്മൾ കുറേ മിസ് ചെയ്യും. വീടിൻ്റെ അടുത്തുള്ള തൊട്ട സ്ഥലങ്ങൾ തന്നെ അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ ചൈൽഡ്ഹുഡായിട്ടൊക്കെ ഉള്ള സമയത്ത്, കുട്ടിക്കാലമുള്ള സമയത്ത് നമ്മൾ കുറേ മിസ് ചെയ്തിട്ടുണ്ടാകും കുറേ സ്ഥലങ്ങളും കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുപോലെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങളുടെ കസിൻസ് കുറേ പേരൊക്കെ പുറത്ത് പോയി. അപ്പോൾ അവരൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഓടിച്ചാടി കിടക്കുന്ന ഓടിക്കളിക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഞങ്ങൾക്ക് ഒരുപാട് ഓർമ്മകളുണ്ട് ഇവിടെ ചെയ്യാനായിട്ട്. ചെറുപ്പത്തിലേക്ക് ഇവൻ എന്നൊക്കെ പറഞ്ഞാൽ ചെറുപ്പത്തിൽ വേറെ എന്താ പറയുക, നമ്മൾ കുറുമ്പെന്നൊക്കെ പറയില്ല, അതിൻ്റെ എക്സ്ട്രീം ലെവലൊക്കെ ആയിരുന്നു, വേറെ ലെവലൊക്കെ ആയിരുന്നു സത്യം പറയാലോ. അടിപൊളിയായിരുന്നു. അതിൽ ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ വന്നു പൊളിപ്പൻ സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ സ്ഥലമൊക്കെ കാണട്ടെ. അപ്പോൾ നിങ്ങൾക്ക് സ്ഥലം കാണിച്ചു തരാം. സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? അപ്പോൾ എന്തായാലും നമുക്കിനി വീഡിയോയിലേക്ക് പോയാലോ. ഇന്നൊരു സ്പെഷ്യലാണ്. നല്ലൊരു ബ്രെഡ് വെച്ചിട്ട് ഒരു സ്നാക്സും അതോടൊപ്പം നല്ലൊരു പൊട്ടാറ്റോ ചിപ്സാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഒരു പൊട്ടാറ്റോ എടുത്ത് അത് ക്ലീൻ ചെയ്തതിന് ശേഷം വളരെ തിന്നായിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കുക. നന്നായിട്ട് തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്ത് കഴിഞ്ഞാലാണ് അത് ഫ്രൈ ആകുമ്പോൾ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വളരെ തിന്നായിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കുന്നത്. തിക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ആ ഒരു ക്രിസ്പിനെസ് വരില്ല. അവിടെ ഭയങ്കര എപ്പോഴും ഭയങ്കര തിക്കാവാതെ ഒന്ന് സ്ലൈസ് ചെയ്ത് പിടിക്കുക, ഏകദേശം ഇതേപോലെ. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് ഈ സ്ലൈസൊക്കെ ഒരു വെള്ളത്തിലിടണം. ഞാൻ നമ്മുടെ സ്റ്റഫിങ് അതിൽ ബ്രെഡിൽ സ്റ്റഫ് ചെയ്യാൻ വേണ്ടി പൊട്ടറ്റോ കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ ബോയിലാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു ചില്ലി, ഒരു 4 ചില്ലി എടുത്തിട്ട് അതിങ്ങനെ ചോപ്പ് ചെയ്ത് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ചില്ലി വെച്ചിട്ടാണ് ഇതിൻ്റെ സ്റ്റഫിങ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ചില്ലി മാത്രമല്ല വേറെ വെജിറ്റബിൾസും ഉണ്ട്. അത് വഴിയേ നമുക്ക് പരിചയപ്പെടാം. അതായത് ആ ചെറിയ സ്പാനർ നിർത്തുക എന്നൊക്കെ പറയുന്ന പോലെ ഇല്ലേ, അത് നമുക്ക് വഴിയേ അങ്ങ് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ഈ 4 ചില്ലി നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. അതായത് നമുക്ക് അടിപൊളിയായിട്ട് ചോപ്പ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ബോണ്ടയൊക്കെ കഴിക്കുമ്പോൾ പൊട്ടറ്റോപ്പം ഒരു ചെറിയൊരു സ്പൈസി ഒക്കെ വരുമ്പോൾ ചായയും നല്ല ചൂട് ബോണ്ടയൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലില്ലേ, അതുപോലെയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ട് ചെറിയ ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ അടുത്തതായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടത് ടൊമാറ്റോ ആണ്. ടൊമാറ്റോ സീഡ്ലെസ് ഒന്നും ചെയ്യേണ്ട, നമുക്ക് ചോപ്പ് ചെയ്യാം ടൊമാറ്റോ. ടൊമാറ്റോൻ്റെ ഒരു സ്ലൈസ് മതി. അത് നമുക്ക് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. കുറച്ച് വലുപ്പമായാലും കുഴപ്പമില്ല, നമുക്ക് ടൊമാറ്റോ ടേസ്റ്റ് അത്രയും വലിയ കുറച്ച് വാടി വരുമ്പോൾ പൊട്ടറ്റോടൊപ്പം ആകുമ്പോൾ നമ്മൾ ഇത് മസാല ഉണ്ടാക്കുന്ന വെച്ചാൽ ഒരു സെയിം ലൈക്ക് നമ്മൾ മസാല ദോശയോടൊപ്പം കഴിക്കുന്ന അതേ സെയിം പൊട്ടാറ്റോ മസാലയാണ്. നമുക്കിനി കൊറിയാണ്ടർ ചോപ്പ് ചെയ്തെടുക്കാം. കൊറിയാണ്ടറും ഒരു ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത്, അതായത് നമുക്കിനി കട്ട് ചെയ്യേണ്ടത് ഓണിയൻ ആണ്. ഓണിയൻ കട്ട് ചെയ്തെടുക്കാം. ഓണിയന് ഒരു ചെറിയ സ്ലൈസ് മതി, ഒരു പീസ് മതി. അത് ചെറിയ നല്ല അത്യാവശ്യം നല്ല ഇതിൽ ചോപ്പ് ചെയ്ത് സിമ്പിളായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക റഫായിട്ട്. കട്ട് ചെയ്ത ഇൻഗ്രീഡിയൻസ് ഒന്നുകൂടി പരിചയപ്പെട്ടാലോ. നമ്മൾ ആദ്യം കട്ട് ചെയ്യേണ്ടത് 2 ഇൻഗ്രീഡിയൻസ് ആണ്. ചോപ്പ് ചെയ്ത ചില്ലിയും നമുക്ക് ഓണിയനും വേണം.
ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ ചോപ്പ് ചെയ്തെടുത്തത്. ആയിട്ട് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നല്ല ചോപ്പ് ടൊമാറ്റോയും കുറച്ച് കൊറിയാൻഡറും വേണം. അതായത് കൊറിയാൻഡറിൻ്റെ ഫ്ലേവറൊക്കെ ഒരു പൊട്ടറ്റോ മസാലയ്ക്ക് വളരെ നല്ലതാണ്. അതുകൊണ്ട് ഞാൻ കൊറിയാൻഡറും ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഒരു മസാല അല്ലെങ്കിൽ ബോണ്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ നമുക്കതിൻ്റെ ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. ബാറ്റർ എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കടലമാവും അതിലേക്ക് ഞാൻ ഒരു എഗ്ഗ് ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ച് ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്, കുറച്ച് സോൾട്ട് ഇട്ടിട്ടുണ്ട്. അവിടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നല്ല ലൂസ് ബാറ്ററായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ബാറ്ററിൽ ഇങ്ങനെ മുക്കി അതിങ്ങനെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അത് കുറച്ച് കോട്ടിംഗ് ഒക്കെ ക്രിസ്പി ആക്കാൻ വേണ്ടി കുറച്ച് കോട്ടിംഗ് ഒക്കെ കൊടുക്കണം. അത് നമുക്ക് വഴി കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ റെസിപ്പീസ് ഒന്നുകൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു തരാം. കുറച്ച് കടലമാവും കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും പിന്നെ ഒരു മുട്ടയും കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ ഇതുപോലെ ലൂസായിട്ട് വരും. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് ആ ബ്രെഡ് നമുക്ക് സ്റ്റഫ് ചെയ്ത് ഇതിലേക്ക് മുക്കി ക്രിസ്പ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസൊക്കെ നമുക്ക് അങ്ങ് ആഡ് ചെയ്ത് വറുത്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ചായക്കൊക്കെ നല്ല പറ്റിയ നല്ല കിടിലൻ കടിയായി മാറും ഇത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ബോയിൽ ചെയ്യുക പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. പൊട്ടറ്റോ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. കാരണം നമുക്ക് ഇനി മാഷ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൽ വലിയ കട്ട പോലെ വന്നിരിക്കും. അതുകൊണ്ട് അതൊന്ന് ഒഴിവാക്കാനായിട്ട് നന്നായിട്ട് പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തെടുക്കണം. പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ അത് കുറച്ചും കൂടി നല്ലതാണ്. കുറച്ചും കൂടി നമുക്ക് മാഷ് ചെയ്യാനും സ്റ്റഫ് ചെയ്യുമ്പോഴൊക്കെ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. പിന്നെ ബ്രെഡൊക്കെ സ്റ്റഫ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് സ്റ്റീം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും അത്യാവശ്യം നല്ലതാണ്. അപ്പോൾ ബ്രെഡ് എപ്പോഴും സ്റ്റീം ചെയ്തിട്ട് ഉപയോഗിക്കുന്ന റോൾ ചെയ്യാനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പൊട്ടത്തില്ല. ഗ്രേറ്റ് ചെയ്ത പൊട്ടറ്റോ റെഡിയാണ്. അപ്പോൾ ഇനി നമുക്കൊരു ഫൈനൽ സ്റ്റെപ്പിലേക്ക് ഇപ്പോൾ നമുക്ക് പോകാൻ സമയം നമുക്ക് ഈ പൊട്ടറ്റോ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. കുറച്ച് ഓയിൽ ഒഴിച്ചു. ഇനി പാൻ കുറച്ച് ചൂടായി വരും. അതിലേക്ക് കുറച്ച് ഓണിയൻ ഇട്ടു. അതിനോടൊപ്പം ഓണിയൻ ഇട്ട് കുറച്ച് ചൂടായി വരും. അതിലേക്ക് കുറച്ച് സോൾട്ട് ഇടാം. നമുക്ക് ഓണിയൻ കുറച്ച് പെട്ടെന്നൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് സോൾട്ട് ഇടാം. അത്രയേ ഉള്ളൂ. നമ്മുടെ ഓണിയൻ ഓൾമോസ്റ്റ് റെഡി ആയി കഴിയുമ്പോൾ ബാക്കിയുള്ള വെജിറ്റബിൾസും അതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും മാത്രം ഇട്ടാൽ മതി. എന്നിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച പൊട്ടറ്റോ ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് 2-3 പ്രാവശ്യം ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടറ്റോ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇതിൻ്റെ ചൂടൊക്കെ ആറാവുന്നതായിരിക്കും നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കിത് ബ്രെഡിൽ സ്റ്റഫ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഫൈനൽ സ്റ്റേജിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മളൊരു ബ്രെഡ് വെച്ചു. ബ്രെഡിലേക്ക് ചെറുതായിട്ട് ആ പൊട്ടറ്റോ മാഷ് ചെയ്ത പൊട്ടറ്റോ വെച്ചു. എന്നിട്ട് നമുക്കിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അതിപ്പോൾ സ്റ്റീം ചെയ്ത് കഴിഞ്ഞാൽ ബ്രെഡ് പൊട്ടത്തില്ല. ഇപ്പോൾ ചെറിയ അടിയതായിട്ട് ഒരു ഇദ്ദേഹം കൊണ്ട് പൊട്ടിപ്പോയതാണ്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ അതിങ്ങനെ പൊട്ടാത്ത രീതിയിൽ എടുക്കാൻ ശ്രമിക്കുക. ബാറ്ററിൽ നമ്മൾ ഇതിനകത്ത് ഉണ്ടാക്കി വെച്ച ബാറ്ററിൽ മുക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓട്സ് ഇട്ട് കൊടുക്കുക, ഒന്ന് ക്രിസ്പി ആവാനായിട്ട്. പൊട്ടറ്റോ ചിപ്സ് ഇപ്പോൾ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് എണ്ണയിൽ നമ്മൾ സ്ലൈസ് ചെയ്ത് കഴിഞ്ഞ പൊട്ടറ്റോ വയ്ക്കുക. അത് നന്നായിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം നമുക്ക് അടിപൊളി പൊട്ടറ്റോ ചിപ്സ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചുവല്ലോ, ബ്രെഡിൽ സ്റ്റഫ് ചെയ്തിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായെങ്കിൽ അത് നമുക്ക് ബാറ്ററിൽ മുക്കി ഓട്സ് ഒക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടപ്പോൾ നമുക്ക് നല്ല അടിപൊളി ക്രിസ്പി ആയിട്ട് ഓട്സ് വെച്ച് ഉണ്ടാക്കാൻ പറ്റും നല്ല അടിപൊളി ഐറ്റം ദാ ഇവിടെ റെഡിയായി. നമുക്ക് ഇതിൽ വേണമെങ്കിൽ ചീസൊക്കെ ആഡ് ചെയ്യാം. ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ ചീസൊക്കെ ഇട്ടിട്ട് ചപ്പാത്തി വെച്ചൊരു KFC റോളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് സംഭവം റെഡി ആയിട്ടുണ്ട് ഓൾമോസ്റ്റ്. ഇനി നമുക്ക് നല്ലൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്കത് തകർക്കാം അങ്ങോട്ട്. ഇനി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.